ചെറു രാവിലെ ചൂടാറിയ സൂര്യനെ തുടച്ചുകൊണ്ട് കൊച്ചു മീത്ത് തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ചുറ്റും പഴംചെടികളും പൂച്ചെടികളും നിറഞ്ഞു നിൽക്കുന്നത് അവളെ സന്തോഷവതിയാക്കുന്നു. ആവശ്യം ഇല്ലാതെ ഒരു ചെറുപറടിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നവളായി അവൾ അതിൽ കുഴിയിടാൻ തുടങ്ങി. അവളുടെ കൈയിൽ മണ്ണിന്റെ പടുകൂറ്റമായ ഒരു കറുത്ത പാത്രം പതിഞ്ഞു. ഇത് എന്തായിരിക്കും? മീത്ത് ചിന്തിച്ചു. പാത്രത്തിന് തിളങ്ങുന്ന പക്ഷേ പഴയ വട്ടമായ ചലങ്ങളുണ്ട്. ഇത് മുത്തച്ഛനെ കാണിക്കണം. അവൾ ഉടൻ തീരുമാനിച്ചു. ഇരുകൈകൊണ്ട് കൈയടക്കി വീട്ടിലേക്ക് ഓടി. മീത്തയുടെ മുത്തച്ഛൻ സദാ അമ്പരപ്പിക്കുന്ന കഥകളുടെ കലവറയായിരുന്നു. ഇന്നും അദ്ദേഹം തന്റെ പഴയ സ്വൈറ്റെടുത്ത് വീതിയുള്ള പാഞ്ഞുകസേരയിൽ കുത്തിയിരുന്നു തന്റെ കട്ടിക്കച്ചവടത്തിന്റെ കഥകൾ ഓർത്തുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. മുത്തച്ഛാ, കണ്ടോ ഞാൻ എന്താണ് കണ്ടെത്തിയത്? മീത്ത് ഗർവത്തോടെ പറഞ്ഞു. മുത്തച്ഛൻ പാത്രം ഉന്മേഷത്തോടെ നോക്കി. ഇതൊരു സാധാരണ പാത്രമല്ല മീത്തേ. എന്നാൽ ഇതിൽ എന്താണ് പ്രത്യേകത? അവൾ ചോദിച്ചു. മുത്തച്ഛൻ ഒരു ചിരിയോടെ തന്റെ പൂരായ അലമാരയിൽ നിന്ന് ഒരു ചെറിയ പൊടി പാക്കറ്റെടുത്തു. പാക്കറ്റിൽ നിന്ന് പൊടി പിടിച്ചു പാത്രത്തിലേക്ക് തളിച്ചു. പെട്ടെന്ന് പാത്രം തിളങ്ങിത്തുടങ്ങി. മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇതിന്റെ മായാമേ ശക്തികൾ കണ്ടാൽ ഞെട്ടും. മുത്തച്ഛന്റെ മായാപ്പൊടി പാത്രത്തിൽ വീണപ്പോൾ പാത്രം ചലനം തുടങ്ങുകയും മന്ദഹാസം കൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഹായ്, ഞാൻ കുഞ്ഞുമണി, നിങ്ങളുടെ പുതിയ സുഹൃത്ത്. പാത്രം ചിരിച്ചു പറഞ്ഞു. മീത്ത പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഒരു പാത്രമല്ലേ? നീ സംസാരിക്കുമോ? ഓ, ഞാൻ മറ്റുള്ള പാത്രങ്ങളിലൊന്നുമല്ല, ഞാൻ മായാപാത്രമാണ്. മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞുമണി, എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അത് ഞാൻ ഉറപ്പിക്കുന്നു. മീത്ത എക്സൈറ്റായി മുത്തച്ഛനെ നോക്കി. എനിക്കിത് പരീക്ഷിക്കണം മുത്തച്ഛാ. കുഞ്ഞുമണി പാത്രത്തിൽ നിന്നും ഒരു മൃദുവായ തൂവാലയെ പുറത്തെടുത്ത് കാറ്റിൽ തള്ളിവിട്ടു. തൂവാല മധുരമായ മേഘങ്ങളായി മാറി ഉയർന്നു കൊണ്ടുപോയി. മീത്തയും മുത്തച്ഛനും അതിൽ കയറി. ഇപ്പോൾ നമ്മൾ ഒരു മായ ലോകത്തിലേക്ക് പോകുന്നു, കുഞ്ഞുമണി പ്രഖ്യാപിച്ചു. മേഘങ്ങൾക്കിടയിൽ പറക്കുമ്പോൾ അവർ ചോക്ലേറ്റ് മേഘങ്ങളും പഞ്ചസാരവർണ്ണ കാടുകളും മറികടന്നു. എവിടെ എത്തി? മീത്ത് ചോദിച്ചു. നിങ്ങൾ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളുടെ ലോകത്തിൽ, കുഞ്ഞുമണി പറഞ്ഞു. മീത്തയും മുത്തച്ഛനും തൂവാലയിൽ നിന്ന് ഇറങ്ങി ഒരു ചോക്ലേറ്റ് കാടിന്റെ നടുവിലിറങ്ങി. മരങ്ങൾ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പാച്ചിലിൽ നിന്ന് മധുരം ടപിവീഴുന്ന പോലെ തോന്നി. ചുറ്റും കാണപ്പെട്ട ചെറിയ മൃഗങ്ങൾ പാചകരസം നിറഞ്ഞ പാചകപാത്രങ്ങളെപ്പോലെ ഉണ്ടായിരുന്നു. അവരെ ഒരു ചെറുമൃഗം സമീപിച്ചു. ഞാൻ ചിന്നു, ഈ മധുരോഗത്തിന്റെ പരിപാലകൻ, മൃഗം പറഞ്ഞു. മീത്ത ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? ചിന്നു അവരോട് ഒരു രഹസ്യവാതിൽ തുറക്കുന്നതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ചിന്നു അവരെ ഒരു ജെല്ലി പുഴയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി. പുഴ വളരെ മനോഹരമായിരുന്നു, എന്നാൽ അതിൽ നടന്നു കടക്കാൻ കഴിവില്ല. ഈ പുഴ കടക്കാൻ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണം, ചിന്നു പറഞ്ഞു. മീത്ത ആകാംക്ഷയോടെ ചിന്തിച്ചു. മുത്തച്ഛാ, നമുക്ക് പരീക്ഷിക്കാം. ചോദ്യങ്ങൾ പരിഹരിച്ചതിനു ശേഷം പുഴ ഒരു പാലം പോലെ മഞ്ഞുകട്ടയായി മാറി. അവർ പുഴ മുറിച്ചു കടന്നപ്പോൾ പാടുന്ന മരങ്ങളുടെ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുന്നു. മരങ്ങൾ മധുരഗാനങ്ങൾ പാടി. അവയ്ക്ക് പച്ചമണികളാൽ നിറഞ്ഞ ചില്ലകളുണ്ടായിരുന്നു. മീത്ത് അവയെ സ്പർശിച്ചു പറഞ്ഞു, നിങ്ങൾ അത്ഭുതകരമാണ്. മരങ്ങൾ ചെറുതായി താഴ്വായി പറഞ്ഞുവച്ചു, നമുക്ക് നിങ്ങളെ മധുരക്കാക്കളിലേക്ക് കടത്തിക്കൊടുക്കാം. മീത്തയും സംഘവും വലിയൊരു മധുരക്കോട്ടയിൽ എത്തി. കോട്ടയുടെ അവിടെ കാണ്ടി റാണി അവരെ സ്വീകരിച്ചു. നിങ്ങൾ എന്റെ മധുരലോകത്തെ രക്ഷിച്ചു, ഇത് നിങ്ങളുടെ സമ്മാനം, റാണി പറഞ്ഞു. അവർക്കു സുവർണ മിഠായികളും ഒരു മധുരമാലയും സമ്മാനമായി നൽകി. മീത്തയും മുത്തച്ഛനും മധുരലോകത്തിൽ നിന്ന് തിരിച്ചു പോകാനുള്ള സമയം ആയിരുന്നു. കുഞ്ഞുമണി, നമ്മുടെ മധുരസഞ്ചാരം അവസാനിക്കുകയാണ്, മുത്തച്ഛൻ പറഞ്ഞു. കോട്ടയിലെ മധുരത്തെല്ലാം കരുതലോടെ നോക്കി മീത്ത ചിരിച്ചു പറഞ്ഞു. ഇവിടെ എത്രയോ നല്ല സുഹൃത്തുക്കളെ ഞങ്ങൾ കണ്ടു, കാണ്ടി റാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ മധുരലോകത്തിന്റെ ഭാഗം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പ്രത്യേക അതിഥികളായിരിക്കും. മുതുകിൽ മധുരമാലയും പൊന്തിച്ച ചോക്കോ ട്രീറ്റും പിടിച്ചുകൊണ്ട് കുഞ്ഞുമണി തന്റെ തൂവാല മായാജാലം വീണ്ടും തുറന്നു. അറിയാം, നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടെ തിരിച്ചെത്തിക്കും, കുഞ്ഞുമണി മിടുക്കൻ പോലെ പറഞ്ഞു. തൂവാല ആകാശത്തേക്ക് ഉയർന്നു. മീത്ത, മുത്തച്ഛൻ, കുഞ്ഞുമണിയും മേഘങ്ങളിൽ കടന്നു അവരുടെ വീട്ടിലേക്ക് തിരിച്ചു.
വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങുകയായിരുന്നു. മീത്ത പാത്രത്തെ കരുതലോടെ എടുത്തു. ഇവിടെ എനിക്ക് ഒരു പുതിയ സുഹൃത്ത് കിട്ടിയല്ലോ മുത്തച്ഛ. കുഞ്ഞുമണി പാത്രത്തിൽ നിന്നും മൂക്ക് ചുമലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ഉറക്കമോ വേണമെന്ന് കരുതല്ലേ, ഞാൻ ഇവിടെ കഥകൾ പറയാനും കളിക്കാനും തയ്യാറാണ്. മീത്തയുടെ മുഖത്ത് ഒരു തിളക്കം. നാളെ നമുക്ക് പുതിയ ഒരു യാത്ര തുടങ്ങാം അല്ലേ കുഞ്ഞുമണി? മുത്തച്ഛൻ തന്റെ പാഞ്ഞുകസേരയിൽ ഇരുന്നുകൊണ്ട് ചിരിച്ചു. അതുമുതൽ ഓരോ ദിവസവും ഒരു മായാവിശേഷമായിരിക്കും. അവിടെ നിന്നും മീത്തയും മുത്തച്ഛനും കുഞ്ഞുമണിയും മയങ്ങിയ കണ്ണുകളോടെ ഞങ്ങളുടെ ലോകത്തേക്ക് കുതിച്ചു. പിന്നെ ആ അർദ്ധരാത്രി മഞ്ഞു തുളുമ്പിയ നിലാവിൽ അവളുടെ മുറി നിശ്ചലമായ ചിരി നിറഞ്ഞിരുന്നു.